പ്രിൻസിപ്പൽ സ്റ്റേജിൽ പ്രസംഗം നടത്തുകയും നിങ്ങൾ അത് പൂർണ്ണമായും പകർത്തുകയും ചെയ്യുന്നതാണ് എന്റെ പ്രിയപ്പെട്ട രംഗം. അതായിരുന്നു എന്റെ ആദ്യ ഷൂട്ടിംഗ്, യഥാർത്ഥത്തിൽ ആദ്യ ദിവസവും ആദ്യ ഷോട്ടും. ആ ഷോട്ടിന് ശേഷം എനിക്ക് അവിടെ നിന്ന് ഒരു കൈയടി ലഭിച്ചു. എല്ലാവരും എനിക്കായി കൈയടിച്ചു. അതിനാൽ രാഹുൽ ജിയെ യൂസനിക്സിലേക്ക് സ്വാഗതം നന്ദി ചെയ്യും. മാഡം, വളരെ നന്ദി. ഇന്ന് നിങ്ങൾ പരിഭ്രാന്തരല്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇല്ല, ഞാൻ പരിഭ്രാന്തനല്ല, പക്ഷേ ആവേശത്തിലാണ്. അതിനാൽ നിങ്ങൾ മുംബൈയിൽ നിന്ന് ദില്ലിയിലേക്ക് വന്നു. ഞാൻ കരുതുന്നു ഒക്ടോബർ മാസത്തിലാണ്. ഇപ്പോൾ ദീപാവലി ആഘോഷങ്ങൾ കഴിഞ്ഞു. അതിനാൽ എന്നോട് പറയൂ, നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? ഈ നടപടിക്രമം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. അപ്പോൾ ബാക്കി ഞാൻ ചെയ്യാം. ചില ഹോം കെയർ കൂടി ആവശ്യമാണ്. എന്റെ കുടുംബത്തോടൊപ്പം ഇത് ചെയ്യുന്നതാണ് നല്ലത്. എന്റെ കുടുംബം ഗുഡ്ഗാവിലാണ് താമസിക്കുന്നത്. എനിക്ക് മുംബൈയിലും ചെയ്യാമായിരുന്നു, പക്ഷേ ഞാൻ ഇവിടെയുള്ളതിനാൽ എന്റെ കുടുംബത്തിൽ നിന്ന് കൂടുതൽ പരിചരണം ലഭിക്കുമെന്ന് ഞാൻ കരുതി. നിങ്ങൾക്ക് ഇത് സംയോജിപ്പിക്കാൻ കഴിയും. നിങ്ങൾക്കറിയാം, ഓപ്പറേഷൻ പൂർത്തിയാക്കുക, ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള കാലയളവ് ഒരു അവധിക്കാലവുമായി സംയോജിപ്പിക്കും. പിന്നെ മറ്റൊരു കാര്യം, ഇവിടെ രോഗശാന്തി പാടുകൾ ഉണ്ടാകും. അതിനാൽ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യുന്നത് ബുദ്ധിമുട്ടായിരിക്കും. പൊടിയിൽ നിന്നും മറ്റും അകന്നു നിൽക്കുന്നതാണ് നല്ലത്. നിങ്ങളെ പരിപാലിക്കാൻ കുടുംബവും ഇവിടെയുണ്ട്. നേരിട്ടുള്ള സൂര്യപ്രകാശവും ഞാൻ ഒഴിവാക്കണം. അതെ, നേരിട്ട് സൂര്യപ്രകാശം കുറഞ്ഞത് 2 ആഴ്ചയെങ്കിലും. ഒന്ന് കുറയ്ക്കുക, 2 ആഴ്ചകൾ മതിയാകും. അതിനുശേഷം സൂര്യനെ ഒഴിവാക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും നിങ്ങളെ സ്ക്രീനിൽ യുവ ലുക്കിൽ കണ്ടിട്ടുണ്ട്. വളർന്നുവരുന്ന ഒരു മുതിർന്നയാൾ എന്ന നിലയിൽ നിങ്ങളുടെ പ്രോജക്റ്റുകളെ കുറിച്ച് എന്തെങ്കിലും പറയൂ. ചില അനുഭവങ്ങൾ നിങ്ങൾക്ക് പങ്കിടാം. എനിക്ക് 4 വയസ്സുള്ളപ്പോൾ സ്റ്റേജ് പെർഫോമൻസ് ചെയ്യാൻ തുടങ്ങി. ശരി. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ എല്ലാം. ഞാൻ കേന്ദ്രത്തിൽ പോയി അവിടെ പ്രകടനം നടത്താറുണ്ടായിരുന്നു. ഇന്ത്യയിലെ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം എനിക്ക് 6 വയസ്സുള്ളപ്പോൾ എനിക്ക് ദി ബ്ലൂ അംബ്രല്ലയുടെ ഓഡിഷൻ ലഭിച്ചു. വിശാൽ ഭരദ്വാജ് അത് സംവിധാനം ചെയ്തു. പങ്കജ് കപൂർ സാഹബും അതിൽ ഉണ്ടായിരുന്നു. ഞങ്ങൾ അത് ചെയ്തു. പിന്നെ അവൻ എന്നെ ഓങ്കാരയിലേക്ക് കാസ്റ്റ് ചെയ്തു. ഞാൻ സെയ്ഫ് അലി ഖാന്റെ മകനായും ലാംഗ്രത്യാഗിയുടെ മകനായും അഭിനയിച്ചു. അജയ് സാർ, കരീന മാം എന്നിവർക്കൊപ്പം പ്രവർത്തിക്കുന്നത് സന്തോഷകരമായിരുന്നു. വിവേക് സാറിന്റെ കൂടെ വളരെ രസകരമായിരുന്നു. അവിടെ നസീർ സാറും കൊങ്കണ മാം എല്ലാവരും ഉണ്ടായിരുന്നു. അതിനാൽ അവരുമായി എനിക്ക് ഒരു കുടുംബബന്ധം പോലെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ പഠനത്തിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. എനിക്ക് 15 വയസ്സുള്ളപ്പോൾ 3 ഇഡിയറ്റ്സിന്റെ ഓഡിഷൻ ലഭിച്ചു. അങ്ങനെ ഞാൻ ഉത്തരാഖണ്ഡിൽ, എന്റെ ജന്മനാട്ടിൽ. ആരെങ്കിലും എന്നെ ഓഡിഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞ് എനിക്ക് ഒരു കോൾ വന്നു. അമ്മാവന്റെ കല്യാണം നടക്കുന്നതിനാൽ എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. ഞാൻ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അതിനു മുമ്പ് ഒരു അഭിനേതാവാകാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഞാൻ ഇതിനകം 2 സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഒരു നടനാകാൻ എനിക്ക് പ്ലാൻ ഇല്ലായിരുന്നു. എനിക്ക് സൈന്യത്തിൽ ചേരാൻ ആഗ്രഹമുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് എല്ലാ നടന്മാരും ഇത് പറയുന്നത് എന്ന് എനിക്കറിയില്ല. എന്നാൽ ഇത് ഒരു പൊതു ഉത്തരമാണെന്ന് തോന്നുന്നു. പക്ഷേ എനിക്കും സൈന്യത്തിൽ ചേരാൻ ആഗ്രഹമുണ്ടായിരുന്നു. കാരണം എന്റെ മാതൃകുടുംബത്തിലെ എല്ലാവരും, എന്റെ മുത്തച്ഛൻ, അവർ സുബേദാർമാരും മറ്റുള്ളവരും ആയിരുന്നു. ഞാൻ കുന്നുകളിൽ നിന്നുള്ള ആളായതിനാൽ എപ്പോഴും എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്ന. ഉത്തരാഖണ്ഡിലെ എല്ലാവരും സൈന്യത്തിൽ ചേരാനും രാജ്യത്തെ സേവിക്കാനും താല്പര്യമുള്ളവരാണ്. കുട്ടിക്കാലം മുതൽ മാതാപിതാക്കൾ അവരെ അതിരാവിലെ എഴുന്നേറ്റ് ഓടാൻ പരിശീലിപ്പിക്കുന്നു. ആദ്യം നിങ്ങൾ ഓടുക, എന്നിട്ട് ഞങ്ങളോട് സംസാരിക്കും. അവിടെ നിന്നാണ് അവരുടെ പരിശീലനം ആരംഭിക്കുന്നത്. ഒരു മാസത്തിനു ശേഷം എന്നെ തിരഞ്ഞെടുത്തു എന്നറിയിച്ച് എനിക്ക് ഒരു കോൾ വന്നു. അവർ എന്നെ അവിടെ വിളിച്ചു. ഞാൻ ഒരു ലുക്ക് ടെസ്റ്റ് നടത്തി. ഷൂട്ട് ബാംഗ്ലൂരിൽ ആണെന്നറിഞ്ഞു. എനിക്ക് അവിടെ പോകേണ്ടി വന്നു. അതിനാൽ അതെ, അത് സംഭവിച്ചു. ഷൂട്ടിംഗ് നടന്നു. ഒരു സിനിമ പൂർത്തിയായി. അതിനുശേഷം ആളുകൾ എന്നെ തിരിച്ചറിയാൻ തുടങ്ങി. സ്കൂളിൽ പോലും എനിക്ക് കൂടുതൽ ശ്രദ്ധ കിട്ടാൻ തുടങ്ങി. എവിടെ പോയാലും റേഷൻ കടയുടം പോലും എന്നിൽ നിന്ന് പണം വാങ്ങില്ല. എന്താണ് സംഭവിച്ചതെന്ന് അമ്മ ചിന്തിക്കും. ആളുകളിൽ നിന്ന് എനിക്ക് ഒരുപാട് അംഗീകാരവും സ്നേഹവും ലഭിച്ചു. അവർ എന്നോട് പറഞ്ഞു, ഇത്രയും ചെറുപ്പത്തിൽ തന്നെ ഇത്രയും വലിയ നടന്മാർക്കൊപ്പം പ്രവർത്തിക്കാൻ നീ പരിഭ്രാന്തനായിരുന്നില്ല, നല്ല ജോലി ചെയ്തു. സ്റ്റേജിൽ ഞാൻ ചെയ്ത അഭിനയം എന്നെ സഹായിക്കുകയും ആത്മവിശ്വാസം നൽകുകയും ചെയ്തു. രാജു സാർ വളരെ മധുരനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഓഡിഷനിൽ നിങ്ങൾ ചെയ്ത പോലെ ചെയ്യുക, നിങ്ങളായിരിക്കുക. എന്ത് വേണമെങ്കിലും സംസാരിക്കൂ, അല്ലെങ്കിൽ സംസാരിക്കാതിരിക്കൂ, നീയായി തന്നെ ഇരിക്കൂ. അതാണ് ഞാൻ ചെയ്തത്. എങ്ങനെയോ 3 ഇഡിയറ്റ്സ് ചിന്താഗതിയെ തകർക്കുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു ബിരുദം നിങ്ങളുടെ കഴിവുകളെക്കാളും താല്പര്യങ്ങളെക്കാളും വിലപ്പെട്ടതല്ല. അത് നമുക്കെല്ലാവർക്കും ഒരു പുതിയ കാഴ്ചപ്പാട് നൽകി. 3 ഇഡിയറ്റ്സ് ഒരു സിനിമ എന്ന നിലയിൽ ഒരുപാട് വസ്തുതകളെ മാറ്റിമറിച്ചു. പ്രിൻസിപ്പൽ സ്റ്റേജിൽ പ്രസംഗിക്കുന്നതാണ് എന്റെ പ്രിയപ്പെട്ട രംഗം. നിങ്ങൾ അത് പൂർണ്ണമായും പകർത്തുകയായിരുന്നു. അന്നായിരുന്നു എന്റെ ആദ്യ ഷൂട്ടിംഗ് ദിവസം. യഥാർത്ഥത്തിൽ അതായിരുന്നു ആദ്യ ദിവസവും ആദ്യ ഷോട്ടും.
ആ ഷോട്ടിന് ശേഷം എനിക്ക് അവിടെ നിന്ന് ഒരു കയ്യടി ലഭിച്ചു. എല്ലാവരും എനിക്കായി കൈയടിച്ചു. ഞാൻ അത് നന്നായി ചെയ്തോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഇല്ല, ഇത് വളരെ സ്വസിദ്ധമായിരുന്നു. നിങ്ങൾ വർഷങ്ങളായി ഇത് ചെയ്യുന്നത് പോലെ. പ്രത്യേകിച്ചും ഓരോ ബാച്ചിനും അവർ നൽകുമെന്ന് അവർക്ക് ഒരു നിശ്ചിത പ്രസംഗം ഉണ്ടായിരുന്നു. അതിനാൽ നിങ്ങൾ അത് നന്നായി ആവർത്തിച്ചു. ശരി, നമുക്ക് ഇപ്പോൾ മുടിയെക്കുറിച്ച് സംസാരിക്കാം. അതിനാൽ ഇപ്പോൾ ഞങ്ങൾ നിങ്ങളെ നിങ്ങളുടെ രൂപത്തിലേക്ക് തിരികെ കൊണ്ടുപോകും. ഞങ്ങൾ നിങ്ങളുടെ ഹെയർ ലൈൻ പുനഃസ്ഥാപിക്കും. കോണുകളും വശങ്ങളും ട്രാൻസ്പ്ലാന്റ് ചെയ്ത മുടിയുടെ അളവ് നിലവിലുള്ള വോളിയവുമായി ലയിപ്പിക്കും. ഞങ്ങൾ ക്ഷേത്രങ്ങളും പുനർനിർമ്മിക്കും. അതിനാൽ നിങ്ങളുടെ മുൻഭാഗം പൂർണ്ണമായും രൂപാന്തരപ്പെടും. ഇതാണ് ശരിയായ സമയം. ഞാൻ പറയും കഷണ്ടിയും മതി, നമുക്കത് മറിച്ചിടാം. പക്ഷേ പൊതുസമൂഹത്തിൽ നിങ്ങളെ കഷണ്ടിക്കാരനായി കാണുന്നില്ല എന്നതാണ് നല്ല കാര്യം. അതിനാൽ ഇത് നാടകീയമായ മാറ്റങ്ങളില്ലാതെ നിങ്ങളുടെ രൂപം വർദ്ധിപ്പിക്കും. ഇതൊരു നല്ല കാര്യമാണ്. പ്രായവും ശരിയായ ഘട്ടത്തിലാണ്. വളരെ നേരത്തെ ആയിരുന്നെങ്കിൽ ഞാൻ പറയും ഞങ്ങൾ ഇത് ശുപാർശ ചെയ്യുന്നില്ല, പ്രത്യേകിച്ച് 21 അല്ലെങ്കിൽ 22 വയസ്സ്. ഞാൻ ബന്ദിഷ് ബാൻഡിറ്റ് ചെയ്ത സമയം എന്റെ മുടി നന്നായി കാണപ്പെട്ടു. ചില പാടുകൾ ഉണ്ടായിരുന്നു, പക്ഷേ അത് വളരെ മികച്ചതായിരുന്നു. കോവിഡ് സമയത്ത് സമ്മർദ്ദം ഉണ്ടായിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ലോകം അവസാനിക്കാൻ പോകുന്ന പോലെ തോന്നി. ആ സമ്മർദ്ദം അതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചു. എനിക്കറിയില്ല, ഒരുപക്ഷെ അത് പ്രായവും ആയിരിക്കാം, കൂടാതെ എന്റെ പിതാവിന്റെ ഭാഗം. അതേ, പിതൃചരിത്രവും പ്രധാനമാണ്. സമ്മർദ്ദം തീയിൽ നെയ്യ് ചേർക്കുന്നത് പോലെ പ്രക്രിയയെ ത്വരിതപ്പെടുത്തുന്നു. പല പ്രൊജക്ടുകളിലും ഞാൻ ധാരാളം ഹെയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചു. ശരി, മുടി ഉൽപ്പന്നങ്ങൾ. ഞാൻ അടുത്തിടെ ഒരു ഷോ നടത്തി. അത് ഉടൻ പുറത്തിറങ്ങും. അവിടെ കഴകവും കഥവും ലയിച്ചു. അതുകൊണ്ട് അതിൽ എനിക്ക് ഒരു ബൗൺസറെ പോലെ കാണേണ്ടി വന്നു. ശരി, ഞാൻ ഹരിയാൻവി ബൗൺസർ ലുക്ക് നേടാൻ ശ്രമിച്ചു. അതിനായി ഞാൻ എന്റെ തലമുടി കുഴപ്പത്തിലാക്കി. അതിൽ എനിക്ക് ചുരുളുകൾ ഉണ്ടായിരുന്നു. അവർ ഇറങ്ങി വന്നു. അതിനാൽ എല്ലായ്പ്പോഴും തിളങ്ങാനും നനഞ്ഞിരിക്കാനും ഞാൻ ധാരാളം സെറം പ്രയോഗിക്കാറുണ്ടായിരുന്നു. അതിനാൽ ഇത് എന്റെ മുടി കൂടുതൽ കനം കുറഞ്ഞതിന് കാരണമായി എന്ന് ഞാൻ കരുതുന്നു. എന്റെ മുടിയുടെ ഘടന നശിച്ചു. എന്റെ മുടി ബ്ലീച്ച് ചെയ്യേണ്ട മറ്റൊരു സിനിമ ഉണ്ടായിരുന്നു. അതെ, അതും അവർക്ക് കേടുവരുത്തി. നീളത്തിൽ ബ്ലീച്ചിംഗ് നടത്തിയിരുന്നെങ്കിൽ അത് നന്നായിരുന്നു, പക്ഷേ അത് വേരുകളിൽ ചെയ്യേണ്ടതായിരുന്നു ക്ലോസപ്പ് ഷോട്ടുകൾ കാരണം. അതെ, അത് വേരുകളിൽ നിന്ന് വെളുത്തതായിരിക്കാം. ഷോട്ട് റിയലിസ്റ്റിക് ആയി കാണുന്നത് അത് അവരുടെ തെറ്റായിരുന്നില്ലെങ്കിലും. അതിനുശേഷം എനിക്ക് എന്റെ മുടി വീണ്ടും കറുപ്പിക്കേണ്ടി വന്നു. ഞാൻ അത് ശരിയായ രീതിയിൽ ശ്രദ്ധിച്ചില്ല. സന്ദീപ് ഔർ പിങ്കി ഫരാർ എന്നൊരു സിനിമ ഉണ്ടായിരുന്നു. എവിടെയാണ് എനിക്ക് അത്തരമൊരു രൂപം ഉണ്ടായിരുന്നത്? പുറത്ത് കാരണം എനിക്ക് ഒരു തൊപ്പി ധരിക്കേണ്ടി വന്നു. ഹെയർ സ്റ്റൈൽ കാരണം നായ്ക്കൾ പോലും എന്നെ കുരയ്ക്കും. എന്നാൽ ലുക്ക് സിനിമയിൽ നന്നായി പ്രവർത്തിച്ചു. പിന്നെ ഒരു ട്രാൻസ്പ്ലാന്റ് എടുക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഇത് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ എനിക്ക് ഏകദേശം 2 വർഷമെടുത്തു. അത് എങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം, അതിനിടയിൽ എന്നൊരു കാര്യം ഞാൻ കണ്ടെത്തി. നിങ്ങളുടെ മുടി പരിപാലിക്കേണ്ടതുണ്ട്. മുടി വളരാൻ ഹെയർ ഓയിൽ മാത്രം ഉപയോഗിക്കാനാവില്ല. നിങ്ങളുടെ മുടിയുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ കഴിയും. എന്നാൽ അമിതമായ എണ്ണ നിങ്ങളുടെ തലയോട്ടിക്ക് നല്ലതല്ല. നിങ്ങൾ ശരിയായ ഷാംപൂ ഉപയോഗിച്ച് കഴുകുകയും മുടി കണ്ടീഷൻ ചെയ്യുകയും വേണം. മുടിയുടെ ആരോഗ്യവും ചർമ്മത്തിന്റെ ആരോഗ്യവും നിലനിർത്താൻ സഹായിക്കുന്ന മൾട്ടിവിറ്റാമിനുകളും ടാബ്ലറ്റുകളും ഉണ്ട്. ഞാൻ പതിയെ ഈ കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങി. അതും ഒരു ഘടകമാണെന്ന് ഞാൻ കരുതുന്നു. ഞാൻ നേരത്തെ മരുന്ന് കഴിക്കാൻ തുടങ്ങിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ജീവിതശൈലിയിൽ മാറ്റം വരുത്തിയിരുന്നെങ്കിൽ, എന്റെ മുടിയിഴകൾ ഇത്ര ശക്തമായി പിന്നോട്ട് പോകില്ലായിരുന്നു. ഇപ്പോൾ മെല്ലെ കെയർ ചെയ്യാൻ ഞാൻ പഠിക്കുകയാണ്. ബ്ലീച്ചിംഗിൽ യഥാർത്ഥത്തിൽ ഓക്സിഡൈസിംഗ് ഏജന്റുകളായ പെറോക്സൈഡുകൾ ഉപയോഗിക്കുന്നു. അതിനാൽ അവ അതിനെ പൂർണ്ണമായും ഓക്സിഡൈസ് ചെയ്യുന്നു. എന്തെങ്കിലും ഓക്സിഡൈസിംഗ് ആണെങ്കിൽ അത് അടിസ്ഥാനപരമായി അല്പം കത്തുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ചൂടിന് എതിരാണ്, ബ്ലീച്ചിംഗ് ഏജന്റുകൾക്ക് എതിരാണ്. കൂടാതെ റീബോണ്ടിങ്ങിന് അവർ ഉപയോഗിക്കുന്ന സ്ട്രെയിറ്റനിംഗ് ഏജന്റുകൾ, തിയോഗ്ലൈക്കലേറ്റുകൾ, മുടിയുടെ തണ്ടിനെ വളരെയധികം നശിപ്പിക്കുന്നു. ജനിതകശാസ്ത്രം തീർച്ചയായും അവിടെയുണ്ട്. അതിനാൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും ഇപ്പോൾ ഞാൻ മുടിയെക്കുറിച്ചും ചിന്തിപ്പോൾ ഇന്ന് വളരെ സുഖപ്രദമായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പ് നൽകാൻ കഴിയും. അതെ.